എല്ലാ കൂട്ടുകാർക്കും കോമ്പസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അക്കൗണ്ടിങ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന ചാപ്റ്ററിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണ്, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്തിനാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ അക്കൗണ്ടിങ് ചെയ്യണം, ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷനും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഇവയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തത്. ആ വീഡിയോ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. അത് പോയി കണ്ടിട്ട് വരുന്നതായും കുറച്ചും കൂടി നല്ലത്. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നിവയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ അക്കൗണ്ടിങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്. ഇത് പഠിക്കുന്നതിന് മുൻപ് നമ്മളെല്ലാവരും തന്നെ ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ എങ്ങനെയാണ് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ്, ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഏതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്, ഇവയെക്കുറിച്ച് നമ്മൾ ശരിയായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിങ് പഠിക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആദ്യം ചെയ്യുന്നത് എന്താണ്? ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നു. എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ. അതാണ് ജേണലൈസിങ്. നമ്മൾ ജേണൽ എന്ന ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? ജേണലൈസിങ്. അപ്പോൾ ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആദ്യം ചെയ്യുന്നത് എന്താണ്? ജേണലൈസിങ് ആണ് ചെയ്യുന്നത്. എന്നിട്ട് പല പല ലെഡ്ജർ അക്കൗണ്ട്സിൽ ഇതിനെന്ത് ചെയ്യുന്നുണ്ട്? പോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. പല പല ലെഡ്ജർ അക്കൗണ്ട്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? പോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ലെഡ്ജർ അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്? ബാലൻസ് ചെയ്യുന്നുണ്ട്. ഈ ലെഡ്ജർ അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്? ബാലൻസ് ചെയ്യുന്നുണ്ട്. ഈ ബാലൻസ് വച്ചിട്ടാണ് ഈ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഏത് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിനാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്? ടു ചെക്ക് അരിത്തമെറ്റിക്കൽ ആക്യുറസി. അതായത് അക്കൗണ്ട്സിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ട്രയൽ ബാലൻസ് ടാലി ആയാൽ എന്താണ് അർത്ഥം? അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്ത അക്കൗണ്ട്സ് അരിത്തമെറ്റിക്കലി ആക്യുറേറ്റ് ആണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ട്രയൽ ബാലൻസിൽ നിന്നിട്ടാണ് നമ്മൾ ഏത് പ്രിപ്പയർ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഏതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അതായത് നമ്മൾ ഈ ട്രയൽ ബാലൻസ് നിന്നിട്ടാണ് ഏത് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, പിന്നെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ട്രയൽ ബാലൻസിൽ അസറ്റ്സ് ഗ്രൂപ്പിൽ വരുന്ന ലെഡ്ജർ അക്കൗണ്ട്സ് കാണും, ലയബിലിറ്റി ഗ്രൂപ്പിൽ വരുന്ന ലെഡ്ജർ അക്കൗണ്ട്സ് കാണും, അതായത് എക്സ്പെൻസസ് ഗ്രൂപ്പിൽ വരുന്ന ലെഡ്ജർ അക്കൗണ്ട്സ് കാണും, ഇൻകം ഗ്രൂപ്പിൽ വരുന്ന ലെഡ്ജർ അക്കൗണ്ട്സ് കാണും, പിന്നെ ക്യാപിറ്റലും കാണും. അപ്പോൾ നമ്മൾ അസറ്റിനെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് കൊണ്ടുപോകുന്നു, ലയബിലിറ്റീനെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് കൊണ്ടുപോകുന്നു, ക്യാപിറ്റലിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് കൊണ്ടുപോകുന്നു. ഇനിയുള്ളത് എക്സ്പെൻസസും ഇൻകവുമാണ്. ഈ എക്സ്പെൻസസിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ഈ എക്സ്പെൻസസിൽ നിന്ന് ഡയറക്റ്റ് എക്സ്പെൻസസിനെ നമ്മൾ എവിടെ കൊണ്ടുപോകുന്നു? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് കൊണ്ടുപോകുന്നു. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് കൊണ്ടുപോകുന്നു. ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ ഇൻകത്തിൽ ഡയറക്റ്റ് ഇൻകവും ഉണ്ട്, ഇൻഡയറക്റ്റ് ഇൻകവും ഉണ്ട്. ഇതിൽ ഡയറക്റ്റ് ഇൻകത്തിനെ നമ്മൾ എവിടെ കൊണ്ടുപോകുന്നുണ്ട്? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് കൊണ്ടുപോകുന്നുണ്ട്. ഇൻഡയറക്റ്റ് ഇൻകത്തിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാറ്. ഇത്രയും നിങ്ങൾ വ്യക്തമായി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ കണക്ക് ചെയ്യാൻ പറ്റൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും പുതുതായിട്ടുള്ള അക്കൗണ്ട്സ് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, എന്താണ് നമ്മൾ പുതുതായിട്ട് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിൽ പഠിക്കാനുള്ളത് എന്നാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം. നമുക്ക് നോക്കാം. ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസും എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്? ജേണൽ എന്ന ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ജേണലൈസിങ് ഇവരും ചെയ്യുന്നുണ്ട്, അതിൽ മാറ്റമില്ല. അത് കഴിഞ്ഞിട്ട് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസും എന്ത് ചെയ്യുന്നുണ്ട്? പോസ്റ്റിങ്ങും ചെയ്യുന്നുണ്ട്.
പല പല ലെഡ്ജർ അക്കൗണ്ട്സിന് എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്, അതിലും മാറ്റമില്ല. എന്നിട്ട് ഈ ലെഡ്ജർ അക്കൗണ്ട്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ബാലൻസിങ് ചെയ്യുന്നുണ്ട്, അതിലും മാറ്റമില്ല. ഈ ബാലൻസ് വെച്ചിട്ട് എന്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതിലും മാറ്റമില്ല. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ചെയ്തതുപോലെ തന്നെയാണ്, അതിലൊന്നും ഒരു മാറ്റവുമില്ല. പിന്നെ എവിടെയാണ് മാറ്റം? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് നമ്മുടെ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഏതൊക്കെയാണ്, ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. പക്ഷേ നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഏത് പ്രിപ്പയർ ചെയ്യുന്നില്ല, ട്രേഡിംഗ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നില്ല. അതിന് പകരം നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന പുതിയ 2 അക്കൗണ്ട്സ് ആണ് ഏതൊക്കെ, റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, അതാണ് R&P. പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. പിന്നെ ഇവരും എന്ത് ചെയ്യുന്നുണ്ട്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ട്രയൽ ബാലൻസ് നിന്നിട്ടാണ് അവർ മുഴുവൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ട്രയൽ ബാലൻസ് അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് സമ്മറിയിൽ നിന്നിട്ടാണ് നമ്മുടെ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ട് ഈ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നിട്ടാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത് ഒരു റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതായത് നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവ മൂന്നുമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണ്, അതായത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഏതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്, റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അവസാനമായിട്ട് ബാലൻസ് ഷീറ്റ്. ഇവ മൂന്നും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇതിൽ ഈ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് പോലെയാണ്. അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് പോലെയാണ്. പിന്നെ ബാലൻസ് ഷീറ്റ് നമ്മൾ പഠിച്ചതാണ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് പഠിക്കുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻകം എക്സ്പെൻസ്. അതായത് നമ്മൾ പഠിച്ചിരുന്നു, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഏറ്റവും പ്രധാനമായിട്ട് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം എന്താണ്, അവർക്ക് കിട്ടുന്ന ഇൻകം എങ്ങനെയൊക്കെ ചിലവാക്കി എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പോൾ ഇവിടെ ഇൻകമും എക്സ്പെൻസും ഉണ്ട്. പഠിക്കാൻ പോകുന്നത് കുറച്ചും കൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻകത്തിന് താഴെ എന്ത് എഴുതിയിട്ടുണ്ട്, റിസീപ്റ്റ്സ് എന്ന് എഴുതിയിട്ടുണ്ട്, അതായത് വരവുകൾ. അതുപോലെ തന്നെ എക്സ്പെൻസിന് താഴെ പേയ്മെൻറ്റ്സ് എന്നും എഴുതിയിട്ടുണ്ട്, അതായത് ചിലവുകൾ. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇൻകത്തിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അതായത് ഈ റിസീപ്റ്റ്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്, ക്യാപിറ്റൽ റിസീപ്റ്റ്സ് എന്നും റവന്യൂ റിസീപ്റ്റ്സ് എന്നും, അതായത് ക്യാപിറ്റൽ റിസീപ്റ്റ്സ് എന്നും റവന്യൂ റിസീപ്റ്റ്സ് എന്നും. അതുപോലെ തന്നെ ഈ പേയ്മെൻറ്റ്സിനെയും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്, ക്യാപിറ്റൽ പേയ്മെൻ്റ് എന്നും റവന്യൂ പേയ്മെൻ്റ് എന്നും. ഏറ്റവും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ എന്താണ് ഒരു ക്യാപിറ്റൽ റിസീപ്റ്റ്സ്, എന്താണ് റവന്യൂ റിസീപ്റ്റ്സ്, എന്താണ് ക്യാപിറ്റൽ പേയ്മെൻറ്റ്, എന്താണ് റവന്യൂ പേയ്മെൻറ്റ്, ഇതറിയുന്നതിന് നമ്മൾ 2 വാക്ക് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്, ഒന്ന് റെക്കറിങ്, മറ്റൊന്ന് നോൺ റെക്കറിങ്. എന്താണ് ഈ റെക്കറിങ് എന്ന് പറഞ്ഞാൽ, റെക്കറിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും, അതായത് ആവർത്തിച്ച് നടക്കുന്നത്. എന്താണ് നോൺ റെക്കറിങ് എന്ന് പറഞ്ഞാൽ, നോൺ റെക്കറിങ് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്നത്. ഈ 2 വാക്ക് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് 4 പഠിക്കാൻ വളരെ എളുപ്പമാണ്. അതായത് ഏതെങ്കിലും ഒരു റിസീപ്റ്റ്സ് എപ്പോഴും കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു റിസീപ്റ്റ്സ് റെക്കറിങ് നേച്ചർ ആണെങ്കിൽ ആ റിസീപ്റ്റിനെ വിളിക്കുന്ന പേരാണ് റവന്യൂ റിസീപ്റ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ക്യാപിറ്റൽ റിസീപ്റ്റ്സ് എന്താണെന്ന് മനസ്സിലായി കാണും. അതായത് ഏതെങ്കിലും ഒരു റിസീപ്റ്റ്സ് നോൺ റെക്കറിങ് നേച്ചർ ആണെങ്കിൽ ആ റിസീപ്റ്റ്സ് ആണ് ക്യാപിറ്റൽ റിസീപ്റ്റ്സ്. അതായത് ഏതെങ്കിലും ഒരു വരുമാനം വല്ലപ്പോഴുമേ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏത് റിസീപ്റ്റ്സ് ആണ്, ക്യാപിറ്റൽ റിസീപ്റ്റ്സ് ആണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ചിലവ് എപ്പോഴും നടക്കുന്നുണ്ടെങ്കിൽ, അതായത് റെക്കറിങ് നേച്ചർ ആണെങ്കിൽ അത് എന്താണ്, റവന്യൂ പേയ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് വല്ലപ്പോഴും മാത്രമേ നടക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്, ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ക്യാപിറ്റൽ റിസീപ്റ്റ്സ്, എന്താണ് റവന്യൂ റിസീപ്റ്റ്, എന്താണ് ക്യാപിറ്റൽ പേയ്മെൻറ്റ്, എന്താണ് റവന്യൂ പേയ്മെൻറ്റ്. കാരണം
ഇവിടെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് പഠിക്കുന്നുണ്ട്, അതായത് കുറച്ച് സ്പെഷ്യൽ റിസീപ്റ്റ്സും കുറച്ച് സ്പെഷ്യൽ പേയ്മെൻറ്റ്സും പഠിക്കുന്നുണ്ട്. ആ പേയ്മെൻറ്റും റിസീപ്റ്റ്സും ഏത് നേച്ചറാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ പഠിച്ചു ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, മൂന്നാമതായിട്ട് ബാലൻസ് ഷീറ്റ്. ഇത് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റിസീപ്റ്റ് സൈഡും കാണും, പേയ്മെൻറ്റ് സൈഡും കാണും. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഈ റിസീപ്റ്റ് സൈഡിൽ 2 റിസീപ്റ്റും കാണും. അതായത് ക്യാപിറ്റൽ റിസീപ്റ്റ്സും കാണും, റവന്യൂ റിസീപ്റ്റ്സും കാണും. അതുപോലെ തന്നെ ഈ പേയ്മെൻറ്റ് സൈഡിലും ക്യാപിറ്റൽ പേയ്മെൻറ്റും കാണും, റവന്യൂ പേയ്മെൻറ്റും കാണും. അതായത് എല്ലാ റിസീപ്റ്റും എല്ലാ പേയ്മെൻറ്റ്സും എവിടെ എടുക്കുന്നുണ്ട്? നമ്മുടെ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഈ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വരുമ്പോൾ ഇവിടെയും 2 സൈഡുണ്ട്. ഡെബിറ്റ് സൈഡ് എക്സ്പെൻഡിച്ചറും ക്രെഡിറ്റ് സൈഡ് ഇൻകമും. അതായത് നമ്മുടെ എക്സ്പെൻഡിച്ചറിൽ എന്താണ് റെക്കോർഡ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റവന്യൂ പേയ്മെൻ്റ് ആണ് എവിടെ എടുക്കുന്നത്? നമ്മുടെ എക്സ്പെൻഡിച്ചർ സൈഡ് എടുക്കുന്നത്. അതുപോലെ തന്നെ റവന്യൂ റിസീപ്റ്റ്സ് ആണ് എവിടെ എടുക്കുന്നത്? നമ്മുടെ ഇൻകം സൈഡ് എടുക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി അവശേഷിക്കുന്നത് എന്താണ്? ക്യാപിറ്റൽ റിസീപ്റ്റും ക്യാപിറ്റൽ പേയ്മെൻറ്റും മാത്രമാണ്. എവിടെ? റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ. അപ്പോൾ ഈ ക്യാപിറ്റൽ റിസീപ്റ്റ്സ് നമ്മൾ എവിടെ എടുക്കുന്നുണ്ട്? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ്. ഈ ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് എവിടെ എടുക്കുന്നുണ്ട്? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എന്താണ്? നമ്മുടെ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എല്ലാ റിസീപ്റ്റും കാണും. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ റിസീപ്റ്റ്സും കാണും, റവന്യൂ റിസീപ്റ്റ്സ് കാണും, അതുപോലെ തന്നെ ക്യാപിറ്റൽ പേയ്മെൻറ്റ്സും കാണും, റവന്യൂ പേയ്മെൻറ്റ്സും കാണും. അപ്പോൾ ഇതിൽ നിന്ന് റവന്യൂ റിസീപ്റ്റ്സ് എവിടെ എടുക്കുന്നുണ്ട്? ഇൻകം സൈഡും എടുക്കുന്നുണ്ട്. റവന്യൂ പേയ്മെൻറ്റ്സ് എവിടെ എടുക്കുന്നുണ്ട്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ ആയിട്ടും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ റിസീപ്റ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലയബിലിറ്റി സൈഡ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ പേയ്മെൻറ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അസറ്റ് സൈഡ് എടുക്കുന്നുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക. കാരണം നമ്മൾ കുറച്ച് സ്പെഷ്യൽ എക്സ്പെൻസസും ഇൻകവും നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എവിടെ വരുന്നു എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അവിടെ നിന്ന് നമ്മൾ ഏതൊക്കെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് പോകുന്നത്, ഏതൊക്കെയാണ് ബാലൻസ് ഷീറ്റിൽ പോകുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ക്യാപിറ്റൽ റിസീപ്റ്റ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, റവന്യൂ റിസീപ്റ്റ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ക്യാപിറ്റൽ പേയ്മെൻറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, റവന്യൂ പേയ്മെൻറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇന്ന് പഠിപ്പിച്ചത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ക്ലാസ്സിന് ഇതിൻ്റെ ബാക്കി ഭാഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഈ വീഡിയോയുടെ പോരായ്മകൾ എല്ലാം തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗത്തിലൂടെ കാണുന്നവരെ എല്ലാവർക്കും ബൈ.